വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ വീഡിയോ. വിച്ച് കാർപ്പൻട്രി ജോയിൻസ് ഇൻവോൾവ്സ് എ സ്ലോട്ട് അക്രോസ് ദ ഗ്രെയിൻ ഇൻ വൺ പീസ് ആൻഡ് എ മാച്ചിങ് പ്രൊജക്ഷൻ ഇൻ ദി അതർ. ഈ ക്വസ്റ്റ്യനിലും പ്രൊഫഷണലിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഡാഡോ ജോയിൻ്റ് ആണ്. നമ്മുടെ ഹൗസിംഗ് ജോയിൻറ്റിൻ്റെ വേറൊരു പേരാണ് ഡാഡോ ജോയിൻറ്റ്. പക്ഷേ അത് ഫൈനലിൽ വന്ന സമയത്ത് ആൻസർ എന്ന് പറയുന്നത് മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. വിച്ച് കെമിക്കൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻ ബിൽഡിംഗ്. സോ പെട്ടെന്ന് നമുക്ക് DDT എഴുതാനുള്ള ഒരു പ്രവണത കാണും. മുന്നേ നമ്മൾ യൂസ് ചെയ്തിരുന്ന DDT ആയിരുന്നു, പക്ഷേ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്. ക്ലോറോഫൈറിഫോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി. The projection which helps in securing the head of a door frame to the masonry are called. ആ ഒരു ഡോറിൻ്റെ ഫ്രെയിമിലുള്ള പ്രൊജക്ഷൻസിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഹോണാണ് നമ്മുടെ ആ ഒരു ടോപ്പ് പോർഷനിൽ ഉള്ളിലോട്ട് വാളിനകത്തോട്ടേക്ക് കയറിയിരിക്കുന്ന പോർഷൻ ഹോൺസ് ആണ്. ഒരു 150 mm ആയിരിക്കും അകത്തോട്ടേക്ക് കയറിയിരിക്കുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് വിൻഡോ സപ്ലൈസ് ലൈറ്റ് ആൻഡ് എയർ ടു ആൻ എൻക്ലോസ്ഡ് സ്പേസ് ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദി റൂഫ്. 27ൻ്റെ PSC ആൻസർ ശ്രദ്ധിക്കുക. ഈ പറയുന്ന PSC ആൻസർ ഡോർമർ വിൻഡോ ആയിരുന്നു. ഇപ്പോൾ ചോദിക്കുന്ന ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഒരു 3-4 എക്സാംസിന് ഡോർമർ വിൻഡോ തന്നെ ആയിരുന്നു ഇവർ ആൻസറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ക്ലെറിസ്റ്ററി വിൻഡോ അല്ലേ എന്ന് തോന്നും. പക്ഷേ PSCയുടെ ഫൈനൽ ആൻസർ കീഴിൽ ഒരുപാട് 3-4 തവണ ഇത് ഡോർമർ വിൻഡോ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ റൂഫിൻ്റെ ആ ഒരു ബിലോ പോർഷനിൽ കൊടുക്കുന്ന എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ കൊടുക്കുന്ന വിൻഡോ ചോദിച്ചാൽ ക്ലെറിസ്റ്റോറിയ വിൻഡോ ആണ്. ബട്ട് PSC ആൻസർ ഡോർമർ വിൻഡോ. വിച്ച് ഫ്ലോറിംഗ് ഈസ് മെയ്ഡ് ബൈ മിക്സിംഗ് മാർബിൾ ചിപ്സ് വിത്ത് വൈറ്റ് കളേർഡ് സിമെൻറ്റ് ദെൻ പോളിഷ്ഡ് ഫോർ എ സ്മൂത്ത് ഡെക്കറേറ്റീവ് ഫിനിഷ്. സോ ആൻസർ വരുന്നത് ടെറാസോ ഫ്ലോറിംഗ് ആണ്. Then the type of truss commonly used for spans varying from 5 to 9 meters. 5 to 9 meters എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. കിങ് പോസ്റ്റ് ട്രസ് ആണ്. ക്യൂൻ പോസ്റ്റ് ട്രസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു 9 to 13 അല്ലെങ്കിൽ 8 to 13 എന്ന് പറയുന്ന റേഞ്ചിലോട്ടാണ് വരുന്നത്. മൻസാഡ് ട്രസ് എന്ന് പറയുമ്പോൾ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. കിങ് പോസ്റ്റിൻ്റെയും ക്യൂൻ പോസ്റ്റിൻ്റെയും കൂടെയുള്ള ഒരു കോമ്പിനേഷനാണ് മൻസാഡ് ട്രസ് എന്ന് പറയുന്നത്. The uppermost horizontal structural member supporting the common rafters in a sloped roof is called. അപ്പർമോസ്റ്റ് ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് റിഡ്ജ് ബോർഡാണ്. കാരണം അതിൻ്റെ ടോപ്പിലുള്ള പോർഷനെ നമ്മൾ റിഡ്ജ് എന്നാണ് പറയുന്നത്. ആ റിഡ്ജിൽ കൊടുക്കുന്ന ആ ഒരു ഹൊറിസോണ്ടലി ഉള്ള മെമ്പറിനെയാണ് നമ്മൾ റിഡ്ജ് ബോർഡ് എന്ന് പറയുന്നത്. വിച്ച് ഇസ് എ ഹാബിറ്റൽ സ്പേസ് ഓൺ ദ റൂഫ് ഓഫ് ദ ബിൽഡിംഗ് വിത്ത് ഓർ വിത്തൗട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. സോ നമ്മൾ പറയുന്നത് ബർസാത്തി എന്നാണ് പറയുന്നത്. ആൻസർ വരുന്ന ബർസാത്തി. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് പ്രോസ്പെക്ട്സ് ഇൻ ബിൽഡിംഗ് ഡിസൈൻ. അത് മെയിനായിട്ട് പ്രോസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള എലിവേഷൻ അല്ലെങ്കിൽ ഔട്ട്സൈഡ് വ്യൂ ആണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടു എൻറിച്ച് ഔട്ട്സൈഡ് വ്യൂ. ആസ് പെർ IS കോഡ് ബിൽഡിംഗ് ബൈലോസ് ദ മാക്സിമം പ്രൈവറ്റ് ഡ്വെല്ലിംഗ് യൂണിറ്റ് for 1 or 2 families in subdivision A2 is called. ഇത് പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യനും ഇതിൻ്റെ ഓപ്ഷനും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് കൊടുത്തേക്കുന്നത്. സോ ഇത് ക്യാൻസൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. As per general fire safety requirement, what should be provided in a building with more than one story? ലോജിക്ക് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ലിബറലി ഡിസൈൻഡ് ആൻഡ് സേഫ് ഫയർ പ്രൂഫ് എക്സിസ്റ്റ് ഓർ എസ്കേപ്സ് ആണ് ആൻസർ. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ പ്ലാന്റ് ഏരിയ ഷുഡ് ബി അലോക്കേറ്റഡ് ഫോർ ഗ്രീൻ ബെൽറ്റ്സ് ഫോർ MOEF സ്റ്റിപ്പുലേഷൻ. സ്റ്റിപ്പുലേഷൻ. അപ്പോൾ ഇതിൽ എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഗ്രീൻ ബെൽറ്റിൻ്റെ ആണ്. സോ ആൻസർ വരുന്നത് 33%. ഹൂ ഡെവലപ്ഡ് ദ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ. ആരാണ് ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തതെന്നാണ് ടെഡ് ഹോഫ് ആണ് ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ പാക്കേജ്. ഇതിൽ കമ്പോണൻ്റ് അല്ലാത്ത കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ പാക്കേജ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് പ്രോഗ്രാമിംഗ് ആണ്.
വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ ടൈറ്റിൽ ബാർ? ടൈറ്റിൽ ബാറിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ടു ഷോ ദ നെയിം ഓഫ് ദ ഡ്രോയിങ് കറൻ്റ്ലി യൂസ്ഡ്. ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത് ആ ഡ്രോയിങ്ങിൻ്റെ നെയിം ആയിരിക്കില്ലേ കാണിക്കുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഓട്ടോക്യാഡ് ഇൻസ്റ്റലേഷൻ വിസാർഡ്? ഓട്ടോക്യാഡ് ഇൻസ്റ്റലേഷൻ വിസാർഡിൻ്റെത് ടു കണ്ടെയ്ൻ ഓൾ ഇൻസ്റ്റലേഷൻ റിലേറ്റഡ് മെറ്റീരിയൽ ഈസ് വൺ പ്ലേസ്. അതാണ് ഇൻസ്റ്റലേഷൻ വിസാർഡിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ കമാൻഡ് യൂസ്ഡ് ടു ഹൈലൈറ്റ് യുവർ മാർക്സ്? മാർക്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് റേവ് ക്ലൗഡാണ്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേവ് ക്ലൗഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് RCC: better resistance to fire and steel, long service life, can be casted to any shape. ഇതെല്ലാം കറക്റ്റ് ആൻസർ ആണ്. ആൻസർ all of the above. M20 grade concrete has proportions of binding material, fine aggregate, coarse aggregates. ശ്രദ്ധിക്കുക, M20 ആണ് ചോദിക്കുന്നത്. സോ 1:1.5:3 ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ട് M25 എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് പറയാം? ഈ തന്നിരിക്കുന്നതിൽ M25 ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് M25. ഓക്കെ. അതുപോലെ M5 ചോദിച്ചാൽ ഫസ്റ്റ് വണ്ണാണ് M5 വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് കിടക്കുന്നത് M7.5 ആണ്. അങ്ങനെയാണെങ്കിൽ M10 എന്ന് പറയുന്നത് 1:3:6 ആണ്. M15 എന്ന് പറയുന്നത് 1:2:4 ആണ് വരുന്നത്. അടുത്ത M20 എന്ന് പറയുന്നത് 1:1.5:3, M25 1:1:2 ആണ് വരുന്നത്. ഇതൊക്കെ സ്ഥിരമുള്ള ക്വസ്റ്റ്യൻ ആണ് കോൺക്രീറ്റ് ടെക്നോളജിയിൽ നിന്ന്. കോൺക്രീറ്റ് ടെക്നോളജി ആണോ RCC ആണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, എല്ലാം കൂടെ മിക്സാണ്. ദ ക്ലിയർ കവർ ടു റീൻഫോഴ്സ്മെൻറ്റ് ഫോർ സ്ലാബിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് എത്രയെന്നാണ്. നമുക്ക് 15 mm മാത്രമായിരുന്നു എങ്കിൽ കറക്റ്റ് 15 mm എന്ന് നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷേ 15 mm നമ്മൾ എടുക്കാറുണ്ട്, ഡയമീറ്റർ ഓഫ് ദ ബാറും എടുക്കാറുണ്ട്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? C ആണ്. ദ ഹയർ വാല്യൂ ഓഫ് A and B സ്റ്റേറ്റഡ് എബോ എന്ന് വെച്ചാൽ 15 mm, അതുപോലെ ഡയമീറ്റർ ഓഫ് ബാറും നോക്കും. എന്നിട്ട് അതിലെ ഗ്രേറ്റർ വാല്യൂ ഏതാണ് ആ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ മാസ് പെർ മീറ്റർ ലെങ്ത് ഓഫ് 18 mm ഡയാ ബാർസ് ഈസ്. മാസ് പെർ മീറ്റർ ലെങ്ത് 18 mm ഡയാ ബാർസ് എത്ര കിലോ കാണും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് 2 kg ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ്? D²/162 18 × 18/162 ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന ആൻസറാണ് 2. സിമ്പിളാണ്. ഇതും ഏകദേശമുള്ള എല്ലാ ക്വസ്റ്റ്യനിലും ഇതുപോലത്തെ ഒരെണ്ണം എന്തായാലും കാണും. ദ ടെമ്പററി സ്ട്രക്ചർ യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻസ് ഓഫ് സർക്കുലർ ഷേപ്പ് വർക്ക്സ് സച്ച് ആസ് ആർച്ച്, ഡോം എറ്റ്സെട്ര ഈസ് കോൾഡ്. ശ്രദ്ധിക്കുക, ടെമ്പററി സ്ട്രക്ചർ എന്ന ക്വസ്റ്റ്യനിൽ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ ഒറ്റയടിക്ക് ടെമ്പററി സ്ട്രക്ചർ ഉണ്ട് നിങ്ങൾ എഴുതാൻ നിൽക്കരുത്. അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ ഓഫ് സർക്കുലാർ ഷേപ്ഡ് വർക്ക്സിനാണ്. സച്ച് ആസ് ആർച്ച്, ഡോംസ് ഇതുപോലെയുള്ള വർക്കിനാണ് നമ്മൾ എടുക്കുന്നത്. സോ അങ്ങനെയാണ് എങ്കിൽ അവിടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? സെൻറ്ററിങ് ആണ് വരുന്നത്. ആർച്ച്, ഡോമിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ അങ്ങനെയുള്ള രീതിയിൽ ടെമ്പററി സ്ട്രക്ചർ വരുമ്പോൾ അത് സെൻറ്ററിങ് ആണ് അവിടുത്തെ ആൻസർ വരുന്നത്. Okay, the temporary structure used for the construction of circular shaped works such as arch, dome, etc. is called centering. The slump is millimeters recommended for mass concrete work. Mass concrete workന് ഏതാണ് എടുക്കുന്നത്? 25 to 50 ആണ്. മാസ് കോൺക്രീറ്റ് വർക്കിന് എടുക്കുന്നത് 25 to 50. കോളം ആർ കോൾഡ് ഷോർട്ട്. ഒരു കോളം ഷോർട്ട് ആണെന്ന് പറയണമെങ്കിൽ ഒന്നേ അത് ഡയമീറ്ററിൻ്റെ ലെങ്ത് ഈസ് ലെസ് ദാൻ 8 times ഓഫ് ഡയമീറ്റർ ആയിരിക്കണം. ലെങ്ത് ഈസ് ലെസ് ദാൻ 8 times ഓഫ് ഡയമീറ്റർ ആയിരിക്കണം. അല്ലെങ്കിൽ ദ സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ലെസ് ദാൻ 32 ആയിരിക്കണം. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. എ സ്ലാബ് സപ്പോർട്ടഡ് ഓൺ all 4 edges with a long span is to short span ratio not more than 2 is called. not more than 2 എന്നാണ് പറയുന്നത്. അപ്പോൾ not more than ആയതുകൊണ്ട് തന്നെ ആൻസർ 2 way slab ആണ് വരുന്നത്. മോർ ദാൻ ആയിരുന്നെങ്കിൽ 1 way slab വന്നേനെ. പക്ഷേ ഇതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ലെസ് ആയിട്ടുള്ള വാല്യൂ ആണ്, 2-നേക്കാളും ലെസ് ആണ്. സോ അതുപോലെ 4 എഡ്ജസിലും സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൻസർ 2 way slab.
എ സ്ട്രക്ചറൽ സ്റ്റീൽ മെമ്പർ ക്യാരിയിങ് ഡയറക്റ്റ് ടെൻഷൻ ഈസ് കോൾഡ്. ഈ തന്നിരിക്കുന്നതിൽ ടെൻഷൻ എടുക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അതാരാണ്? ടൈ ആണ് വരുന്നത്. അൺവിൻസ് ഫോമുല ഈസ് യൂസ്ഡ് ടു ഫൈൻഡ്. അൺവിൻസ് ഫോമുല ബോൾട്ടിനായിക്കോട്ടെ റിവറ്റിനായിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയമീറ്റർ ഓഫ് ദ റിവറ്റിന് വേണ്ടിയിട്ടാണ്. അൺവിൻസ് ഫോമുല ഡയമീറ്റർ ഓഫ് റിവറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ വാട്ടർ ക്യാരേജ് സിസ്റ്റം ഈസ് ഓൾസോ കാൾഡ്. വാട്ടർ ക്യാരേജ് സിസ്റ്റത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? ഫ്ലഷ് ഡൗൺ സിസ്റ്റം. ഫ്ലഷ് ഡൗൺ സിസ്റ്റം. വിച്ച് പൈപ്പ് ഈസ് പ്രൊവൈഡഡ് ടു മെയിൻറ്റെയിൻ ദ വാട്ടർ സീൽ ഇറ്റ് ട്രാപ്സ് ബൈ പ്രിവെൻറ്റിംഗ് സൈഫോണേജ്. സ്ഥിരം ചോദിക്കുന്നതാണ്. ആൻറ്റി സൈഫനേജ് പൈപ്പാണ്. സോയിൽ പൈപ്പ് എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സ്ക്രീറ്റ് ക്യാരി ചെയ്യാനും, വേസ്റ്റ് പൈപ്പ് എന്ന് പറയുന്നത് സള്ളേജിനെ ക്യാരി ചെയ്യാനും, സ്റ്റാക്ക് പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിങ്ങിലൊക്കെ തന്നെ വെർട്ടിക്കലി കൊടുക്കുന്ന പൈപ്പിനെയാണ് സ്റ്റാക്ക് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. What is the typical diameter of a waste pipe connected to a ബാത്ത് ടബ്? അപ്പോൾ ടിപ്പിക്കൽ ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ വേസ്റ്റ് പൈപ്പ് കണക്ട് ചെയ്തിട്ട് ആ ബാത്ത് ടബിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു കറക്റ്റ് ഡയമീറ്റർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ പ്രൊഫഷണൽ ഒരു ആൻസർ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫൈനലിൽ വന്നപ്പോൾ വേറൊരു ആൻസറാണ് വന്നത്. ഇപ്പോൾ എന്തായാലും ഫൈനലിലെ ആൻസർ എന്ന് പറയുന്നത് 50 mm ആയിരുന്നു. ഫൈനൽ ആൻസർ 50 mm ആയിരുന്നു. ആദ്യത്തേൽ 25 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. വൈ ആർ ഡ്രോപ്പ് മാൻ ഹോൾ യൂസ്ഡ്? എന്തിനാണ് നമ്മൾ ഡ്രോപ്പ് മാൻ ഹോൾസ് യൂസ് ചെയ്യുന്നതെന്നാണ് ആൻസർ വരുന്നത്. ടു അവോയ്ഡ് സ്റ്റീപ്പ് ഗ്രേഡിയൻസ് ഇൻ ബ്രാഞ്ച് സീവേഴ്സ്. ബ്രാഞ്ച് സീവേഴ്സിൻ്റെ ഈ ഒരു സ്റ്റീപ്നെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ സ്പേസിങ് ബിറ്റ്വീൻ മാൻ ഹോൾസ് ഇൻ സ്ട്രേറ്റ് റീച്ചസ് ഓഫ് സീവർ ലൈൻസ്? ഇതിന് കറക്റ്റായിട്ടൊരു ആൻസർ പറയാൻ പറ്റില്ല. കാരണം ഓരോ ഡയമീറ്റർ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ സ്പേസിങ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. Class 9 hill roads are 6 meter wide and are designed to carry. ശ്രദ്ധിക്കുക, ക്ലാസ് 9 ആണ് പറയുന്നത്. ക്ലാസ് 9 ഹിൽ റോഡിൽ 6 മീറ്റർ വൈഡ് ആണെങ്കിൽ അവിടെ 3 ടൺ വെഹിക്കിൾസിനെ നമുക്ക് ക്യാരി ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഡിസൈൻ ചെയ്തിരിക്കേണ്ടത്. The maximum super elevation on a hill road should not exceed %. ഹിൽ റോഡ് ആകുമ്പോഴത്തേക്കും അവിടെ നോർമലി 10% എന്നാണ് പറയുന്നത്. അർബൻ റോഡ് ആണെങ്കിൽ 4%. നോർമലി സൂപ്പർ എലിവേഷൻ നമ്മൾ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈനിലൊക്കെ 7% ആയിരിക്കും കൊടുക്കുന്നത്. ഇൻ എ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ദ ബേസ് കോഴ്സ് ഈസ് ഇൻ ബിറ്റ്വീൻ. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൽ ബേസ് കോഴ്സ് ഏതിൻ്റെയൊക്കെ ഇടയിലാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും താഴെയുള്ള സബ് ഗ്രേഡ്, അതുപോലെ അവിടെ അതിനുശേഷം സബ് ബേസ്, പിന്നെ ബേസ് കോഴ്സാണ് വരുന്നത്. അപ്പോൾ സബ് ഗ്രേഡിനും ബേസ് കോഴ്സിനും ഇടയിലായിരിക്കും വരുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സോയിൽ സബ് ഗ്രേഡ് ആൻഡ് ബേസ് കോഴ്സ്. എ കൾവർട്ട് ഹാവിങ് ടോട്ടൽ ലെങ്ത് ലെസ് ദാൻ ഡാഷ് ഈസ് കോൾഡ് വെൻറ്റ് വേ. കൾവേർട്ട് എന്ന് പറയുമ്പോൾ ഹാവിങ് ടോട്ടൽ ലെങ്ത് ലെസ് ദാൻ ഡാഷ് ഈസ് കോൾഡ് വെൻറ്റ് വേ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വെൻറ്റ് വേയുടെ ആ ഒരു നീളം എങ്ങനെയെന്നുള്ള രീതിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ 1 മീറ്ററിൽ കുറവുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെൻറ്റ് വേ എന്ന് പറയുന്നത്. 6 മീറ്റർ വരെ ഉള്ളതിനെ നമ്മൾ കൾവേർട്ട് എന്ന് പറയാറുണ്ട്. എ പോണ്ടൂൺ ബ്രിഡ്ജ് ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് എ ബ്രിഡ്ജ്. പോണ്ടൂൺ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൺവേയൻസ് ടണൽ? ഇതിൽ കൺവേയൻസ് ടണൽ അല്ലാത്തത് ഏതെന്നാണ്? ഹൈഡ്രോ പവർഡ് കൺവേയൻസ് ആണ്, സീവേജ് കൺവേയൻസ് ആണ്, വാട്ടർ സപ്ലൈ കൺവേയൻസ് ആണ്. പക്ഷെ നാവിഗേഷണൽ ടണൽ നമ്മൾ കൺവേയൻസ് ആയിട്ട് കൂട്ടിയിട്ടില്ല. ദ ഫസ്റ്റ് ഡിസൈൻഡ് റെയിൽ സെക്ഷൻ ഇൻ ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയിൽ ഫസ്റ്റ് ഡിസൈൻ ചെയ്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഡബിൾ ഹെഡഡ് ഷേപ്പാണ്. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ഫൂട്ടഡ് ടൈപ്പാണ്. ഫോർ മീറ്റർ ഗേജ് ലെങ്ത് ഓഫ് വുഡൻ സ്ലിപ്പേഴ്സ്. മീറ്റർ ഗേജിൽ നമ്മുടെ ലെങ്ത് ഓഫ് വുഡൻ സ്ലിപ്പേഴ്സ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 1.83 ആണ്. മീറ്റർ ഗേജിൽ ലെങ്ത് ഓഫ് വുഡൻ സ്ലിപ്പേഴ്സ് 1.83. വെൻ 2 tracks of same or different gauge cross each other at any angle it is known as diamond crossing. ആൻസർ വരുന്നത് ഡയമണ്ട് ക്രോസിംഗ് ആണ്. 2 tracks ആണ്, സെയിം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗേജ് ആണ് വരുന്നത്. അത് ക്രോസ് ചെയ്ത്, അത് ഏത് ആംഗിളിലും ആവാം, ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഡയമണ്ട് ക്രോസിംഗ് എന്നാണ്. The advanced starter signal is provided about dash meter beyond the trailing switches. അഡ്വാൻസ്ഡ് സ്റ്റാർട്ടർ സിഗ്നലിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 180 മീറ്ററിലാണ് ബിയോണ്ട് ആയിട്ട്
വയ്ക്കേണ്ടത്. ഓക്കെ, 180 മീറ്റർ. Quantity of water that flows through the surface of the earth by a rainfall is termed as. സോ ആൻസർ വരുന്ന റൺ ഓഫ് ആണ്. റൺ ഓഫിനെ കുറിച്ചാണ് പറയുന്നത്. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോ ചെയ്യാണ് സർഫസിൽ കൂടെ, എർത്തിൻ്റെ സർഫസിൽ കൂടെ. എന്തിൻ്റെ കാരണമായി? റെയിൻഫോൾ ബേസ് ചെയ്തിട്ട്. സോ അങ്ങനെയെങ്കിൽ അതിന് എന്തെന്നാണ് നമ്മൾ പറയുന്നത്? റൺ ഓഫ്. എ ലൈൻ ഓൺ എ റെയിൻഫോൾ മാപ്പ് joining places having the same average annual rainfall is known as isoheights. The relation between the area of crop irrigated and the quantity of irrigation of water required during the entire growth period is called duty ആണ് ആൻസർ, ഡ്യൂട്ടി. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. റിലേഷൻഷിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ എന്ന് പറയുന്നത്, ഏരിയയുടെ നമ്മുടെ യൂണിറ്റ് എത്രയാണ്? ഹെക്ടർ ആണ് വരുന്നത്. ആ ഏരിയ ബൈ ക്വാണ്ടിറ്റി ആണ്. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അവിടുത്തെ ഡിസ്ചാർജ് ആണ് പറയുന്നത്. ക്യുമക്കിൽ എടുക്കുക. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ക്യുമക്ക്. അപ്പോൾ ഹെക്ടർ പെർ ക്യുമക്ക് വന്നില്ലേ? ഹെക്ടർ പെർ ക്യുമക്ക് എന്ന് പറയുമ്പം അതെന്താണ്? ഡ്യൂട്ടി അല്ലേ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഏരിയ in which crop is grown at a particular time or crop season is termed as. സോ ആൻസർ വരുന്നത് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ ആണ്. ആൻസർ വരുന്നത് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ ആണ്. കാരണം ക്രോപ്പ് ഗ്രോൺ ചെയ്യാൻ കണക്കിനാണ് ചോദിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ. സോ കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ ആണ് ആൻസർ 69B. A season in which crops are sown at the beginning of the southwest monsoon and harvested in autumn season. ഓക്കെ, സൗത്ത് വെസ്റ്റിലായിരിക്കും നമ്മൾ അത് സോൺ ചെയ്യുന്നത്. അതിന് ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്ന ഓട്ടം സീസണിലാണ് എങ്കിൽ സോ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഈ പറയുന്നതിൽ ഏത് ക്രോപ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഖാരിഫ് ക്രോപ്സ് ആണ്. ഖാരിഫ് ക്രോപ്സ്. എ ഡാം വിത്ത് എ സീപ്പേജ് ഓഫ് വാട്ടർ സഫിഷ്യൻറ്റ് ഫോർ ക്രോപ്പ് ഗ്രോത്ത് നീഡിങ് നോ അഡീഷണൽ സർഫസ് വാട്ടറിങ്. സീപ്പേജ് വഴിയാണ് വരുന്നത്. സഫിഷ്യൻ്റ് എമൗണ്ടിലുള്ള ക്രോപ്പിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ആൻസർ വാട്ടർ സ്പ്രെഡ് ഡാം ആണ്. ആൻസർ വാട്ടർ സ്പ്രെഡ് ഡാം. എ ബാരിയർ വെയർ മോസ്റ്റ് ഓഫ് ദ പോണ്ടിങ് ഓഫ് വാട്ടർ ഈസ് ബൈ എ റൈസ്ഡ് ക്രസ്റ്റ് ആൻഡ് എ സ്മോൾ പാർട്ട് ബൈ ഷട്ടേഴ്സ് ഈസ് നോൺ ആസ്. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യനൊരു പ്രത്യേകതയുണ്ട്. ബാരിയർ വെയർ മോസ്റ്റ് ഓഫ് ദി പോണ്ടിങ് വാട്ടർ ഈസ് റൈസ്ഡ് ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിയർ അല്ലെങ്കിൽ ബാരേജ് ആയിരിക്കും. പിന്നെ ഇനി ഒരു ഡൗട്ട് തോന്നാനുള്ള കാര്യം സ്മോളർ പാർട്ട് ബൈ ഷട്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഷട്ടേഴ്സ് ഉണ്ട്, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ബാരേജിലോട്ട് പോവുള്ളൂ. പക്ഷേ എടുത്ത് പറഞ്ഞിരിക്കുന്ന സ്മോളർ പാർട്ടിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വിയർ ആണ് വരുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വിയർ ആണ്. ഇനി ഇതിൽ വിയർ എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷട്ടേഴ്സാണുള്ളത്. ബാരേജ് അങ്ങനെ അല്ല. ഓക്കെ, ചെറിയ രീതിയിലൊന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വിയർ എടുത്തത്. ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ ബാരേജ് ആയേനെ. സോ ദ ഡിഫറൻസ് ഓഫ് ദ വാട്ടർ ലെവൽ ഇൻ ദ ഫോർ ബേ ആൻഡ് ദാറ്റ് ഇൻ ദ ടെയിൽ റേസ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അന്ന് ഹെഡ് റേസ് ടെയിൽ റേസും തമ്മിലുള്ള ഡിഫറൻസ് എന്നായിരുന്നു. ഇന്ന് ആ ഹെഡ് റേസിന് നമ്മൾ ഫോർ ബേ എന്ന് പറഞ്ഞു. എന്തായിരിക്കും നമ്മുടെ ആൻസർ? ഗ്രോസ് ഹെഡ് ആണ് ആൻസർ വരുന്നത്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രോസ് ഹെഡ്. എ കനാൽ ദാറ്റ് ക്യാരീസ് വാട്ടർ ടു ദ അഗ്രികൾച്ചറൽ ഫീൽഡ്. അഗ്രികൾച്ചറൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇതിൽ ഇറിഗേഷൻ ആണ് വരുന്നത്. ഇറിഗേഷൻ കനാൽ. എ സ്ട്രക്ചർ വെയർ ദ കനാൽ ഫ്ലോസ് ഓവർ എ ഡ്രെയിനേജ് ഹൂസ് HFL ഈസ് ലോവർ ദാൻ ദി കനാൽ ബെഡ് ലെവൽ ഈസ് കോൾഡ് അക്യുഡക്റ്റ് ആണ്. അക്യുഡക്റ്റ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ദ ആനുവൽ പീരിയോഡിക് പേയ്മെൻറ്റ് ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ദ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി? ആ റീപേയ്മെൻറ്റ് എന്ന് കാണുമ്പോൾ തന്നെ അറിയാം. സോ ആൻസർ വരുന്നത് ആനുറ്റി ആണ്. വിച്ച് ബ്രിക്ക് വാൾ തിക്നെസ് ഈസ് മെഷേർഡ് ഇൻ സ്ക്വയർ മീറ്റർ? ഈ തന്നിരിക്കുന്നതിൽ ഏതിൻ്റെതാണ് സ്ക്വയർ മീറ്ററിൽ മെഷർ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്ന. ഓപ്ഷൻ എ ആണ്. 10 സെൻറ്റിമീറ്റർ വരെ ഉള്ളത് മാത്രമേ മീറ്റർ സ്ക്വയറിൽ നമ്മൾ ചെയ്യുള്ളൂ. അല്ലാത്തതെല്ലാം നമ്മൾ മീറ്റർ ക്യൂബിലാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ ബിൽറ്റപ്പ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷേർഡ് അറ്റ് ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോർ? നമ്മുടെ പ്ലിന്ത് ഏരിയയുടെ എക്സ്പ്ലനേഷനാണ് ഈ തന്നിരിക്കുന്നത്. സോ ആൻസർ 78 എന്ന് പറയുന്നത് ഡി ആണ്. അതുപോലെ ഫ്ലോർ ഏരിയ എന്ത്, കാർപ്പറ്റ് ഏരിയ എന്ത്, സർക്കുലേഷൻ ഏരിയ എന്തെന്നൊക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
വാട്ട് ഈസ് ദ മിനിമം ലീഡ് ഫോർ എർത്ത് വർക്ക് എക്സ്കവേഷൻ? സോ ആൻസർ വരുന്നത് 30 മീറ്റർ ആണ്. ഇതിൽ 50 മീറ്റർ 30 മീറ്റർ ഒക്കെ കൊടുക്കാറുണ്ട്, എങ്കിലും നോർമലി ഇപ്പോൾ കൊടുത്തു വരുന്നത് 30 മീറ്റർ ആണ്. വാട്ട് പെർസെൻറ്റേജ് ഈസ് ആഡഡ് എസ് കണ്ടിജൻസീസ് ഇൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് ആയതുകൊണ്ട് 5 to 10 ആണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആയിരുന്നുവെങ്കിൽ 3 to 5% ആണ്. പക്ഷേ അത് കൺഫ്യൂഷൻ വരാൻ ഓപ്ഷൻ കാണുമ്പോൾ ആ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതാം? 5 to 10% എഴുതാൻ പറ്റും. ഇനി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ എടുക്കേണ്ടത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ കാര്യമാണ്. ഫോർ എ ഗിവൺ കോണ്ടൂർ ഇൻ്റർവെൽ ദ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് ഡിപ്പെൻഡ് അപ്പോൺ. ഇതിൽ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് സ്റ്റീപ്നെസ്സിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്രൗണ്ടിൻ്റെ. അപ്പോൾ ഓപ്ഷൻ സി ആണ് സ്റ്റീപ്നെസ് ഓഫ് ദി ഗ്രൗണ്ട്. ഇൻ ഹില്ലി കൺട്രി ദ സ്പേസിംഗ് ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് യൂഷ്വലി ടേക്കൺ അസ്. ഹില്ലി കൺട്രിയിൽ നോർമലി നമ്മൾ എടുക്കുന്ന വാല്യൂ 20 മീറ്റർ ആണ്. ഹില്ലി കൺട്രിയിൽ ദ സ്പേസിംഗ് ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് യൂഷ്വലി ടേക്കൺ അസ് 20 മീറ്റർ. The line passing through the saddles and summit gives the. സാഡിൽസും സമ്മിറ്റിൻ്റെയും പോയിൻ്റ് പാസ് ചെയ്ത് പോകുന്നത് വാട്ടർഷെഡ് ലൈൻസ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സമ്മിറ്റ് ആയാലും സാഡിലായാലും ആ ലൈൻസ് പാസ് ചെയ്ത് പോകുന്നത് താഴെ പറയുന്നതിൽ വാട്ടർഷെഡ് ലൈനിലാണ്. ഫോർ പ്ലോട്ടിംഗ് ദ പ്രൊഫൈൽ ദ ലെങ്ത് ഓഫ് ദ ഓർഡിനേറ്റ്സ് ഷുഡ് ബി ബിറ്റ്വീൻ. ലെങ്ത് ഓഫ് ദ ഓർഡിനേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 4 സെൻറ്റിമീറ്റർ to 15 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്യുന്ന ഒരു പ്രൊഫൈൽ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഓർഡിനേറ്റിൻ്റെ ലെങ്ത് നോർമലി എടുക്കുന്നത് 4 സെൻറ്റിമീറ്റർ to 15 സെൻറ്റിമീറ്ററിനിടയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോപ്പോഗ്രഫിക്കൽ സർവേ, കഡസ്ട്രൽ സർവേ, സിറ്റി സർവേ. ഇത് താഴെ പറയുന്നതിൽ ഏതിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് വരുന്നതെന്നാണ്. സോ ആൻസർ വരുന്നത് ലാൻഡ് സർവേ. ദ ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി മെഷേർഡ് ബൈ. ഡിസ്റ്റൻസ് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്നത് താഴെ പറയുന്നതിൽ ഏതിൽ നിന്നെന്നാണ്? പെഡോമീറ്റർ ആണ്. പെഡോമീറ്ററിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. ദ ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ഈസ് 152 degree 20 minutes ആൻഡ് ആംഗിൾ എ ബി സി ഈസ് 124 degree 38 minutes. വാട്ട് ഈസ് ദ ബിയറിംഗ് ഓഫ് ബി സി? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എ ബി എന്ന് പറയുന്ന 152 degree 20 minutes എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എ ബി സി എന്ന് പറയുന്ന ആംഗിളും തന്നിട്ടുണ്ട് 124 degree 38 minute. നമുക്ക് കണ്ടുപിടിക്കേണ്ട ബി സി ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആംഗിൾ ബി ആണ് അവിടുത്തെ ഒറിജിനായിട്ട് വരുന്നത്. ഓക്കെ, ആംഗിൾ ബി അല്ല, ആ ഒരു ബി എന്ന് പറയുന്ന പോയിൻ്റാണ് അതിൻ്റെ ഒറിജിൻ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് എ ബി അല്ലേ? എ ബി ആണ് 152 degree 20 minutes. ഒറിജിൻ ബി ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ബാക്ക് ബിയറിംഗ് എടുക്കണം, എന്ന് വെച്ചാൽ ബി എ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എ ബി 152 degree 20 minutes ആണ്. ഇതിൻ്റെ ബാക്ക് ബിയറിംഗ് എനിക്ക് കണ്ടുപിടിക്കണം. സോ ബി എ ഞാൻ കണ്ടുപിടിക്കുകയാണ്. അറിയാമല്ലോ എൻ്റെ ഇക്വേഷൻ, ബാക്ക് ബിയറിംഗ് ഇസ് ഇക്വൽ ടു 4 ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 degree. അതിൽ 180യുടെ ഡിഗ്രി ആണ് കൂടുതൽ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. സോ ഇവിടെ നോക്കുമ്പോൾ 180 തന്നെയാണ് കൂടുതൽ, 152 degree കുറവാണ്. നമ്മളത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ബിയറിംഗ് ഓഫ് എ ബി എന്ന് പറയുന്നത് ആംഗിൾ എ ബി സി പ്ലസ് ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി ആണ്. അത് ചെയ്യുന്ന സമയത്ത് 156 degree 58 minutes നമുക്ക് കിട്ടും. സോ അത് മൈനസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ വരുന്നത്, അത് മൈനസ് ചെയ്യാൻ ഒരു കാരണം കൂടെ ഉണ്ട്. കാരണം 360 ഡിഗ്രീനേക്കാളും മേളിലൊരു ആൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 360 ആയിട്ട് മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ മാത്രമാണ് നമ്മൾ ആൻസറായിട്ട് എടുക്കേണ്ടത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 96 degree 58 minutes എന്നാണ് വരുന്നത്. 96 degree 58 minutes. അപ്പം നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? 96 degree 58 minutes. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈ പ്രിസിഷൻ ഉള്ള വർക്കിന് നമുക്ക് താഴെ പറയുന്നതിൽ ഏത് ലെവലിംഗ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ആ ഒരു ബെഞ്ച് മാർക്ക്, ഫോർ എസ്റ്റാബ്ലിഷിംഗ് ബെഞ്ച് മാർക്ക് വിത്ത് ഹൈ പ്രിസിഷൻ വി കണ്ടക്ട്. താഴെ പറയുന്നതിൽ ഏത് ലെവലിംഗ് ആണെന്നാണ് അറിയേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ സി പ്രിസൈസ് ആണ്, പ്രിസൈസ് ലെവലിംഗ് ആണ് ആൻസർ. വിഡ്ത്ത് ഓഫ് സ്റ്റീൽ ബാൻഡ് യഥാർത്ഥം പറഞ്ഞാൽ 40, 50, 60 ഒക്കെ വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. ദ 2 peg മെത്തേഡ് ഈസ് ദ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ്. ആൻസർ വരുന്നത് ഡംബി ലെവലാണ്. ആൻസർ ഡംബി ലെവലാണ്. 2 peg മെത്തേഡ് എന്ന് പറയുന്നത് ഈസ് ദ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഡംബി ലെവലാണ്. നെക്സ്റ്റ് മെക്കാനിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ദ സെൻട്രോയിഡ് ഓഫ് എ സെമി സർക്കിൾ ലൈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഡാഷ് ഫ്രം ഇറ്റ്സ് ബേസ്.
മെഷേർഡ് അലോങ് ദ വേർട്ടിക്കൽ റേഡിയസ്. വേർട്ടിക്കൽ റേഡിയസ് ആണ് ബേസിൽ നിന്നാണ് എടുക്കേണ്ടതെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? 4r/3π. ദ ലാമിസ് തിയറം ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ. ലാമിസ് തിയറം എവിടെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്? കോപ്ലനാർ ആൻഡ് കൺകറൻറ്റ് ഫോഴ്സസ് വരുമ്പോഴാണ്. മൂന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ കോപ്ലനാർ കൺകറൻറ്റ് ഫോഴ്സസ് മീറ്റ് ചെയ്യുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത് സൈൻ ഓഫ് ദ ആംഗിൾ ബേസ് ചെയ്തിട്ടായിരിക്കും. അതാണ് ലാമിസ് തിയറം. വെൻ എ സെക്ഷൻ ഈസ് സബ്ജക്റ്റഡ് ടു ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുൾസ് ആണ് വരുന്നത്. ശ്രദ്ധിക്കുക, പുൾസ്. ദാറ്റ് ടെൻസ് ടു ഇൻക്രീസ് ഇൻ ലെങ്ത്. ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഈസ് കോൾഡ്. പുള്ളാണ് വരുന്നത്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആൻസർ ബി ആണ്, ടെൻസൈൽ. വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഈസ് എക്സാംപ്ലിഫൈഡ് ബൈ എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ്. ആ ബേസിലിരിക്കുമ്പോൾ ആ ഒരു ഇക്വിലിബ്രിയത്തിൻ്റെ കാര്യം, ഇക്വിലിബ്രിയത്തിൻ്റെ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, സ്റ്റേബിൾ ആയിരിക്കും. What is the ratio of limiting friction to the normal reaction between two bodies? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് ആൻസർ. Which are the incorrect statement? Limiting friction is equal to sliding friction. Rolling friction is greater than sliding friction. Friction force is independent of contact area. Sliding friction is always less than limiting friction. നമ്മുടെ ആൻസർ വരുന്നത് both 1 and 2. What is the term of maximum stress attained by a material before rupture? റപ്ചറിന് മുന്നേ മാക്സിമം ആ ഒരു സ്ട്രെസ് അറ്റൈൻ ചെയ്യുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ? ഇത് തന്നിരിക്കുന്നതിൽ മാലബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇലാസ്റ്റിസിറ്റി എല്ലാം തന്നെ നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അടിച്ചു പരത്തി ഒരു വയറാക്കാനാണ് എങ്കിൽ ആ വയറാവാനുള്ള എബിലിറ്റി ഉള്ള ഡക്റ്റിലിറ്റി, ഷീറ്റ് ആവാനാണെങ്കിൽ മാലബിലിറ്റി, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്ത് അതിന് ഡിഫോമേഷൻ സംഭവിച്ചിട്ട് ആ ഫോഴ്സ് റിമൂവ് ആകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ വരുവാണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഇലാസ്റ്റിസിറ്റി ആണ്. The algebraic sum of moment of coplanar forces about a point equal the moment of their resultant about the same point. Which പ്രിൻസിപ്പിൾ ഈസ് ദിസ്? ഏത് പ്രിൻസിപ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ വരുന്നത് വാരിഗ്നൻസ് പ്രിൻസിപ്പിളാണ്. വാരിഗ്നൻസ് പ്രിൻസിപ്പിൾ. ദ പ്രോപ്പർട്ടി ഓഫ് സർട്ടൻ മെറ്റീരിയൽസ് ഓഫ് റിട്ടേണിംഗ് ടു ദെയർ ഒറിജിനൽ പൊസിഷൻ ആഫ്റ്റർ റിമൂവിങ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് നോൺ ആസ്. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ആൻസർ വരുന്നത് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരാം. നന്നായിട്ട് വർക്ക് ചെയ്യുക.